ഹീജുവും സ്റ്റേഷന് മുമ്പിൽ ഫോണൊക്കെ ആയിട്ട് എത്തുമ്പോഴത്തേക്കും ആ ഒരു സ്ഥലത്തേക്ക് സയോണും എത്തുകയാണ്. മാത്രമല്ല അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുവാനായിട്ടും സയോൺ ശ്രമിക്കുന്നു. പക്ഷെ ഹീജുവും അവനെ തടഞ്ഞുകൊണ്ട് നീയല്ല ശരിക്കുമുള്ള സയോണെന്നും ശരിക്കുമുള്ള സയോൺ ആരാണെന്നുമുള്ള കാര്യം എല്ലാം തന്നെ ഞാനിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ ചതിച്ചതിനേക്കാളും കൂടുതലായിട്ടാണ് നീ എന്നെ ചതിച്ചിട്ടുണ്ടായിരുന്നത്. അയാൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് അറിയുകയില്ലായിരുന്നു. അതൊന്നും തന്നെ അറിയാതെയായിരുന്നു നിനക്കെതിരായിട്ട് ഓരോരോ പ്ലാനുകൾ ഉണ്ടാക്കുകയും നിന്നെ ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരിക്കലും അവന്റെ കൂടെ കൂടുവാനായിട്ട് പാടില്ലായിരുന്നു. മാത്രമല്ല അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയുവാനായി സാധിക്കുകയില്ല. ഇനിയും നീ വേദനിക്കാതിരിക്കുവാനായിട്ട് ഈ ഒരു തവണയെങ്കിലും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ ഹിജ് പറയുമ്പോഴത്തേക്കും നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്നെക്കാളും കൂടുതൽ അപകടമൊക്കെ ഉണ്ടാവുക നിനക്ക് തന്നെയായിരിക്കും. എങ്കിൽ പോലും നിന്നെ വിടുവാനായിട്ട് ഞാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് എപ്പോഴും നിന്നെ ഞാൻ എന്റെ കൂടെ തന്നെ നിർത്തുന്നത്. നീ കാരണമാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. നീ കാരണമാണ് ഇതെല്ലാം തന്നെ ഞാൻ സഹിക്കുന്നത്. ഇത്രയും കാലം നീ അറിഞ്ഞിട്ടുള്ള സയോൺ അല്ല ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും നിനക്ക് ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ എന്ന് സയോൺ ചോദിക്കുമ്പോഴത്തേക്കും ശരിക്കുമുള്ള ഹീജുവിന് സംസാരിക്കുവാനായിട്ട് സാധിക്കുമെന്നതോ സാധിക്കാത്തതോ അല്ലെങ്കിൽ ഞാൻ തന്നെ ആയിരുന്നു 406 എന്നതോ നിനക്കൊരു പ്രശ്നമേ ആയിരുന്നില്ലല്ലോ. എനിക്കും അതുപോലെ തന്നെയാണ്. നിന്റെ ശരിക്കുമുള്ള യാഥാർത്ഥ്യം വളരെയധികം വൈകിയാണ് ഞാൻ അറിഞ്ഞതെങ്കിൽ പോലും ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഹാപ്പി ആയതെന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഹഗ് ചെയ്യുന്നു. ഇനിയും ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നതിൽ സയോന്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന സയോന്റെ ഫാമിലി ഫോട്ടോ കാണുന്ന ഇനിയും സയോനെ കണ്ടിട്ടുണ്ടെങ്കിൽ സയോന്റെ അച്ഛന്റെയോ അമ്മയുടെയോ യാതൊരു വിധത്തിലുള്ള ഷേപ്പും ഇല്ലല്ലോ എന്നൊക്കെ അവളും പറയുന്നു. പക്ഷെ അച്ഛനും സയോൺ എന്നെ പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്നാൽ ഒരു കാര്യം ചെയ്യേ, സയോന്റെ കുഞ്ഞിലത്തെ ഫോട്ടോ ഒക്കെ കാണുമല്ലോ, അതൊക്കെ ഞങ്ങളൊന്ന് കാണിച്ചു തരാമോ എന്ന് അവളും അച്ഛന്റെ അടുത്ത് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന റിപ്പോർട്ടേഴ്സും ഇതുപോലെ സയോന്റെ പഴയ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ കാണിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ മറ്റൊരു റിപ്പോർട്ടറും കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും ഇനിയും സയോണും ഒന്നിച്ചൊരു ഫംഗ്ഷന് പോലും പങ്കെടുത്തിട്ടില്ലല്ലോ. എന്തുകൊണ്ടായിരുന്നു 3 വർഷത്തോളം ഇതുപോലെ ഓരോ മീഡിയാസിന്റെ പോലും മുൻപിൽ വരാതിരുന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും വിവാഹത്തിന് മുമ്പ് ഞാൻ അറിഞ്ഞ സയോൺ ആയിരുന്നില്ല, അതിനുശേഷം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്ന സയോൺ എന്നൊക്കെ തുറന്നു പറയുകയാണ്. പക്ഷെ അവളും ബാക്കി എന്തെങ്കിലും പറയുന്നതിന് മുമ്പായിട്ട് തന്നെ അവരുടെ വീട്ടിലേക്ക് ആരോ ഒരാൾ ഒരു ബോക്സ് ഒക്കെ കൊടുത്തയക്കുകയാണ്. അച്ഛനും റിപ്പോർട്ടേഴ്സിന് കഴിക്കുവാനായിട്ടുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതായിരിക്കുമെന്നൊക്കെ വിചാരിച്ച് വളരെയധികം കാര്യമായിട്ട് തന്നെ അതൊക്കെ തുറന്നു നോക്കുന്നുണ്ടെങ്കിലും അതിലെ കിഡ്നാപ്പർ നേരത്തെ മുറിച്ചിട്ട് തുന്നിച്ചേർത്തിട്ടുണ്ടായിരുന്ന മീനുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ട് അച്ഛനാകെ ഷോക്ഡ് ആകുന്നുണ്ടെങ്കിലും അമ്മയും ഇതാരാണ് കൊടുത്തു വിട്ടതെന്നൊക്കെ അന്വേഷിച്ച് അതിന്റെ പിന്നാലെയൊക്കെ പോകുന്നു. മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സംഗുവിനെ കുറിച്ചുള്ള വിവരമൊക്കെ യൂറി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. സോ നേരെ സംഗുവിനെ കാണുവാനായിട്ട് അവനുണ്ടായിരുന്ന ഹോസ്പിറ്റലിലേക്ക് യൂറി എത്തുന്നു. ഓടി വന്നിട്ടുണ്ടായിരുന്ന യൂറി നേരെ സംഗുവിന്റെ കയ്യിലേക്കൊക്കെയാണ് മറിഞ്ഞു വീഴുന്നത്. അപ്പോഴായിരുന്നു സംഗുവിന്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യവും യൂറി മനസ്സിലാക്കിയത്. യൂറിയുടെ മേക്കപ്പ് ഒക്കെ തീരുന്നതിന് മുമ്പായിട്ടായിരുന്നല്ലോ അവളും ഓടിക്കിതച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സോ അവളുടെ കണ്ണിൽ നിന്നും ഫേക്ക് ആയിട്ടുള്ള ഐലാഷസ് ഒക്കെ അവനും കിട്ടുന്നു. അതുകൊണ്ട് തന്നെ അവനും അവളെ കളിയാക്കിക്കൊണ്ട് ഒട്ടകമെന്നും ജിറാഫ് എന്നും ഒക്കെ പറയുമ്പോഴത്തേക്കും അതൊന്നുമല്ലാതെ പീക്കോക്ക് എന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, നിനക്ക് അങ്ങനെ വല്ലതും എന്നെ കുറിച്ച് പറഞ്ഞുകൂടെ എന്ന് യൂറിയും ചോദിക്കുന്നു. സോ യൂറിയുടെ പേര് മാറ്റിയിട്ട് അവനും പീക്കോക്ക് എന്നൊക്കെ ആക്കുകയാണ്. പക്ഷെ അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം, അവൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയുക എന്നതാണ്. സോ അതൊക്കെ വലിയ കഥയാണെന്നൊക്കെ സംഘം പറയുമ്പോഴത്തേക്കും അവനെയും കൂട്ടിക്കൊണ്ട് ഫുഡൊക്കെ കഴിക്കുന്നിടത്ത് പോയി ഇരിക്കുകയാണ് യൂറിയും. ചെറിയൊരു തീപിടുത്തമൊക്കെ നടന്നെടുത്ത് ഞാൻ പെട്ടുപോയതാണ്. മാത്രമല്ല എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് സംഘു പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവളും അവന്റെ അടുത്ത് ചോദിക്കുന്നു. പക്ഷേ ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, മറ്റൊരാളുടെ പ്രൈവസിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിന്റെ അടുത്ത് എനിക്ക് കൂടുതലായിട്ട് ഒന്നും തന്നെ പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് സാങ്ങുവും യൂറിയോട് പറയുന്നു. നമുക്ക് ഈ ഒരു കേസിന് പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ? ഇതെന്തോ വലിയൊരു സംഭവമാണ്. ഈ ഒരു കേസിന്റെ അന്വേഷണമൊക്കെ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നത് പോലും വലിയ വലിയ ഓഫീസേഴ്സ് പറഞ്ഞിട്ടായിരുന്നു. നമ്മുടെ ഷോയും സംപ്രേഷണം ചെയ്യേണ്ട എന്ന രീതിക്കൊക്കെയാണ് വലിയ ആൾക്കാരും പറഞ്ഞിട്ടൊക്കെ ഉള്ളത്. സോ എന്തൊക്കെയോ ദുരൂഹതയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ കേസ് ഡ്രോപ്പ് ചെയ്താലോ എന്നൊക്കെ അവളും ചോദിക്കുന്നു. ഇനിയും സയോന്റെ അച്ഛനെ കണ്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുവാനായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അച്ഛനും ഇതുപോലൊരു ഷോയൊക്കെ നടക്കുന്നുണ്ട് എന്ന് അവളുടെ അടുത്ത് മറച്ചു വെച്ചിട്ടായിരുന്നു അവളെയും ഷോയിലൊക്കെ പങ്കെടുപ്പിക്കുവാനായിട്ട് ശ്രമിച്ചതും. സോ അവളും ഒരു ആർട്ടിക്കിളിൽ പോലും അവളുടെ ഫേസ് വരുവാനായിട്ട് പാടില്ല എന്നൊക്കെ റിപ്പോർട്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോകുന്നു. സയോണും കണ്ണടയ്ക്കുമ്പോഴെല്ലാം തന്നെ തീപിടുത്തമൊക്കെ ആയിരുന്നു സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കണ്ട് തനിക്ക് പേടി തോന്നുന്നു എന്ന് ഹീജുവിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഹീജുവും അവന്റെ ഒപ്പമൊക്കെ കിടക്കുന്നു.
ഒരു ദിവസം ഹീജുവിനെ മലയുടെ മുകളിൽ നിന്നൊക്കെ തള്ളിയിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇനി എവിടെയെങ്കിലും അവൾ പോവുകയാണെങ്കിൽ അവൾ എവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഹീജുവിന്റെ ഫോണിൽ ട്രാക്കർ പോലത്തെ ഒരു ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുവഴിയാണ് അവൾ പോയിട്ടുണ്ടായിരുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് സയോണ് നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്റെ ഫോണിലുള്ളതുപോലെ തന്നെ നിന്റെ ഫോണിലും വേണം. നീ എവിടെയാന്ന് എനിക്കും കണ്ടെത്തണമെന്നൊക്കെ ഹീജു പറയുമ്പോഴത്തേക്കും ഭാവിയിൽ എന്നെങ്കിലും നീ എന്നെ കാണാതെയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരിക്കലും എന്നെ അന്വേഷിച്ച് വരുവാനായിട്ട് പാടില്ല. മറിച്ച് എനിക്ക് വേണ്ടി കാത്തിരുന്നാൽ മാത്രം മതി. ഞാനും ഏത് വിധേനയും നിന്റെ അടുത്തേക്കൊക്കെ എത്തുന്നതായിരിക്കും, നിന്നെ കണ്ടെത്തുന്നതായിരിക്കുമെന്ന് സയോണും ഹീജുവിന്റെ അടുത്ത് പറയുന്നു. ശരിക്കും കിഡ്നാപ്പർക്ക് എന്തായിരിക്കും നിന്റെ അടുത്ത് നിന്നും ആവശ്യമായിട്ടുണ്ടാവുക എന്ന് സയോണിന്റെ അടുത്ത് ഹീജു ചോദിക്കുമ്പോഴത്തേക്കും അവന് എന്റെ പേരോ അല്ലെങ്കിൽ പദവിയോ എന്ത് വേണമെങ്കിലും നൽകുവാനായിട്ട് ഞാൻ തയ്യാറാണ്. എല്ലാം തന്നെ അവന് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും കൂടി നമ്മുടെ ലൈഫ് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കാമെന്ന് സയോണ് ഹീജുവിനോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് കിടന്നുറങ്ങുകയാണ്. ഹീജു ആണ് ആദ്യം ഉറങ്ങിപ്പോകുന്നത്. ഇനി സയോണും സാങ്ങുവിന്റെ അടുത്ത് നിന്നും ഒരു കോള് വരുന്നു. സയോണിന്റെ വളർത്തച്ഛൻ എണീറ്റിരിക്കുന്നു എന്ന രീതിക്കായിരുന്നു അവനും ഫോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ സയോണും ഇപ്പോൾ വളർത്തച്ഛനെ കാണുവാനായിട്ടൊക്കെ എത്തുന്നു. പണ്ട് ശരിക്കുമുള്ള സയോൺ മരിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയർമാനും അവന്റെ ബോഡിയൊക്കെ കറുത്ത ബാഗിലൊക്കെ കെട്ടിയിട്ടായിരുന്നു വളർത്തച്ഛന്റെ കയ്യിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തോ ഒരു അനക്കമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന വളർത്തച്ഛനും ബാഗ് തുറന്നു നോക്കുമ്പോഴത്തേക്കും സയോണും ജീവനുണ്ടായിരുന്നു. മരിക്കുന്നതിന് തൊട്ടു മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടീനെ കണ്ടപ്പോഴത്തേക്കും എനിക്കും അവനെ കൊല്ലുവാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവന്റെ ഓർമ്മകളെല്ലാം തന്നെ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാനസികമായിട്ടും വളർച്ചയൊക്കെ കുറഞ്ഞ രീതിക്കായിരുന്നു അവൻ പിന്നീട് ഉണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ കുറച്ചുനാള് ഞാൻ അവനെ വളരെ കാര്യമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അവനും ഒരു കുഴപ്പവുമില്ലാതെ മടങ്ങിയെത്തുമെന്നൊക്കെയായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. ജന്മനാ ഉള്ള ആളുകളെ കൊല്ലണമെന്ന് അവന്റെ മനോഭാവത്തെ എനിക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ആകെ വിഷമിക്കുമ്പോഴത്തേക്കും അച്ഛൻ എന്നെയും സ്വന്തം മകൻ എന്ന രീതിക്ക് തന്നെയല്ലേ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള അച്ഛൻ ഒരിക്കലും അവനെയും ഉപേക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എനിക്ക് അച്ഛന്റെ മാനസികാവസ്ഥ എല്ലാം തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതൊക്കെ പോട്ടെ, അച്ഛന് ചെയർമാൻ കറുത്ത ബാഗുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. അതിലല്ലേ കുട്ടികളുടെ ഡെഡ് ബോഡീസ് ഒക്കെ ഉണ്ടായിരുന്നതും. അച്ഛനത് എവിടെയാണ് കൊണ്ടുപോയി വെച്ചത്? അതൊക്കെ പറയുകയാണെങ്കിൽ അവന് ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ എനിക്ക് തെളിയിക്കുവാനായിട്ട് സാധിക്കുമെന്ന് സയോണും അച്ഛനോട് പറയുന്നു. നേരത്തെ അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്ന സ്കൂട്ടറൊക്കെ ലക്ഷ്യമാക്കിയിട്ട് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു വീട്ടിൽ നിറയെ ചെയർമാന്റെ ഫോട്ടോസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇത് ചെയർമാന്റെ വീടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്തായാലും അവിടെ വെച്ച് അമ്മയും കിഡ്നാപ്പറെ കാണുന്നു. അതായത് അമ്മ ശരിക്കുമുള്ള സയോണെ കാണുന്നു. പിറ്റേ ദിവസം എല്ലാവരും തന്നെ ഓഫീസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇന്നത്തെ ദിവസം സയോൺ ഒരു പ്രോഗ്രാം ഒക്കെ പങ്കെടുക്കുവാനായിട്ടുണ്ട്. പക്ഷെ അവന് ഹോസ്പിറ്റലിലല്ലേ ഉള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി കൂടിയിട്ട് സയോണെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് കാങ്ങും എല്ലാവരുടെയും അടുത്തൊക്കെ പറയുകയാണ്. പക്ഷേ സയോണുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് അവർക്ക് അറിയിക്കുകയില്ലായിരുന്നു. എങ്കിൽ പോലും അത് കണ്ടുപിടിക്കണമെന്നും കാങ് പറയുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.